അത് ദൈവത്തിന് സ്വീകാര്യമായ പ്രാർത്ഥന നാവിൽ കൊടുക്കുകയാണ്. എന്താണ്? അങ്ങ് എനിക്ക് പുതുക്കി തന്നാലും തന്നില്ലെങ്കിലും ഞാൻ ഉടമ്പടി തന്നെ ജീവിക്കാം. അങ്ങ് എനിക്ക് ഉടമ്പടി പുതുക്കി തന്നാലും ഇല്ലെങ്കിലും ഞാൻ റാലിക്ക് വരും. പക്ഷേ എനിക്കൊരു അപേക്ഷയുണ്ട്, ഞാൻ സന്തോഷത്തോടെ ആ റാലി കൂടണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. ന്യായമായൊരു കാര്യം, എനിക്ക് സന്തോഷത്തോടെ ഇത് പറഞ്ഞ് എന്നിട്ട് അവസാനം ഒരു വാക്ക് പറയും, എൻ്റെ കയ്യിൽ ഉടമ്പടി മാത്രമേ ഉള്ളെന്ന്. ഇതിൽ ദൈവം വീണ് ശരിക്കും പറഞ്ഞാൽ അതാണ് സംഭവം. എൻ്റെ കയ്യിൽ ഉടമ്പടി മാത്രമേ ഉള്ളൂ. അപ്പോഴെന്ത്, ഈ ഒരു ലാസ്റ്റ് വാക്ക് പറയുമ്പോൾ ഇവള് അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുകയാണ്, ധ്യാനം കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ധ്യാനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ പറയും, എൻ്റെ ഈശോ ഇപ്പോൾ ഒരു മോള് പ്രാർത്ഥിക്കുന്നുണ്ട്, അവളുടെ കയ്യിൽ ഉടമ്പടി മാത്രമേ ഉള്ളെന്നാണ് പറഞ്ഞ് പ്രാർത്ഥിക്കണത്, അവളുടെ കാര്യത്തിൽ നീ ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഇവിടെ നിന്ന് പറയുകയെ. അതാണ് വിഷയം. നമ്മൾ ആരാധന നടത്തുമ്പോൾ ഇത് പിറ്റേ ദിവസമായിരിക്കും ചിലപ്പോൾ അവൾ കൂടണത്, അല്ലെങ്കിൽ ഓൺലൈനിൽ കൂടണത്. പക്ഷേ ആ ഇംഗ്ലണ്ടിൽ ഇരുന്നുകൊണ്ട് എൻ്റെ കയ്യിൽ ഉടമ്പടി മാത്രമേ ഉള്ളൂ എന്ന് ഈശോയോട് പറയുമ്പോൾ അത് ഇവിടെ ഈശോ എൻ്റെ മനസ്സ് തന്നിട്ട് ഞാൻ അവൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ്. എന്താണ്? കർത്താവ് ഇപ്പോൾ ഒരു മോള് പ്രാർത്ഥിക്കുന്നു, അവളുടെ കയ്യിൽ ഉടമ്പടി മാത്രമേ ഉള്ളൂ. ഇത് കേട്ടോടുകൂടി അവളുടെ കണ്ണ് നിറഞ്ഞു പോയി. കർത്താവ് എന്നെ കണ്ടല്ലോ, കർത്താവ് എന്നെ ഓർത്തല്ലോ എന്ന്. അതാണ് വിഷയം. കർത്താവ് ഇങ്ങനെയാണ് മക്കളെ, എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുകയും കേൾക്കുകയും ചെയ്യും. നമ്മൾ ഓർക്കണില്ല കേൾക്കണില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ വൃത്തികെട്ട ജീവിതം ജീവിച്ചിട്ടാണ് നമ്മൾ പണി അളന്ന് മേടിക്കണത്. സത്യസന്ധമായിരിക്കണം ദൈവത്തിരുസന്നിധിയിൽ. കണ്ട, ഇംഗ്ലണ്ടിൽ വെച്ച് അവൾ രാത്രി പ്രാർത്ഥിച്ചത് പകൽ ഞാൻ ആ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഉടമ്പടി മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ എന്നും പറഞ്ഞൊരു മോള് പ്രാർത്ഥിക്കുന്നു, അവളുടെ കാര്യത്തിൽ നീ തീരുമാനം എടുക്കണേ. ആ സെക്കൻഡ് തീരുമാനമാണ്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കമ്പനിയിൽ നിന്ന് വിളിക്കുകയോളാം. കമ്പനി വിളിച്ചും പറഞ്ഞും നിൻ്റെ വിസ പുതുക്കാൻ കമ്പനി തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയും. എന്നിട്ട് ഈ പ്രൊട്ടസ്റ്റൻ്റുകാർ ഇവളോട് പറയും, ഇത് നിൻ്റെ ഗ്രേറ്റ്നെസ് അല്ല, ഇത് നിൻ്റെ കൃപാസനം മമ്മയുടെ ഗ്രേറ്റ്നെസ് ആണെന്ന് പറയും. കാര്യം അവൾ കൃപാസനത്തിൻ്റെ അവൾ പറയണത്, ഞാൻ എൻ്റെ ഉടമ്പടി കാശലും കുളിക്കണ സമയത്ത് പോലും കഴുത്തേന്ന് ഉയരത്തില്ലെന്ന് പറയും. അങ്ങനെ അവർ ഉടമ്പടി ജീവിക്കണത്. അവൾ ഇട്ട കാശ് രൂപം, അന്നിട്ട കാശ് രൂപം ഇന്ന് വരെ ശരീരത്തിന് കുളിക്കണ സമയത്ത് പോലും മാറ്റിയിട്ടില്ല. ഓരോ വിഷയങ്ങൾ. അപ്പം ഇത് വിശ്വസ്തതയുടെ ഒരു ജീവിതമാണ് ശരിക്കും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തോടുള്ള കൂറ്, വിശ്വസ്തത. എൻ്റെ മക്കളെ ഏത് കാലാവസ്ഥയിലും, കാലാവസ്ഥ ഭേദമായ അതിൻ്റെ പേരിൽ ഒരു സ്പിരിച്വൽ ഡിപ്രഷൻ ഉണ്ടാകരുത്. അതുകൊണ്ട് തിമോത്തി ഇല്ലേ, 2 തിമോത്തി എടുത്തേ, 2 തിമോത്തി 4:2 എടുത്തേ. ശ്രുതികടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ. 2 തിമോത്തി 4:2 വചനം പ്രസംഗിക്കുക. പ്രൈസ് ദി ലോർഡ്. ഏറ്റു പറഞ്ഞേ, വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പം ചില സമയത്ത് സാഹചര്യം അനുകൂലമായിരിക്കത്തില്ല, പക്ഷെ അപ്പോഴും സുവിശേഷ ജാഗ്രത ഉണ്ടാകണം നമുക്ക്. അതാണ് അവൾ പറയണത്, എനിക്ക് ജോലി കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ അങ്ങനെ ഉടമ്പടി തന്നെ ജീവിക്കും. അതാണ് സാഹചര്യം മോശമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സുവിശേഷ വില മാറ്റത്തില്ല. അതാണ് അനുഗ്രഹാനന്തര കാലഘട്ടത്തിലുള്ള നിലപാടെന്ന് പറയണത്. പല ആൾക്കാരും പണി മേടിക്കുന്നത് ഇവിടെയാണ്. അനുഗ്രഹം വരെ അവർ ഉടമ്പടി കൃത്യമായിട്ട് ചെയ്യും, അനുഗ്രഹാനന്ത കാലത്തിൽ അവർ തനിനിറം കാണിക്കും. പക്ഷേ ഈ തനിനിറം കാണിക്കുമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാവുന്നത് കൊണ്ടാണ് ഉടമ്പടി പമ്മി നിൽക്കുന്നത്. ഉടമ്പടി സ്പീഡാകുന്നതിൻ്റെ കാര്യം, നിങ്ങൾ ഈ അനുഗ്രഹാനന്ത കാലത്ത് പഴയ ആളായിട്ട് മാറും എന്നുള്ളതും അവിശ്വസ്ത കാണിക്കുമെന്നും ദൈവത്തിന് നേരത്തെ അറിയാം. അവിടുത്തെ അത് ചെക്ക് വെച്ച് നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ.
പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, അനുഗ്രഹാനന്തര കാലഘട്ടത്തിലും വിശ്വസ്തയോടെ സാഹചര്യം അനുകൂലമാകുമ്പോഴും അല്ലാത്തപ്പോഴും വിശ്വസ്തയോടെ ഉടമ്പടിയിലെ സുവിശേഷ സാക്ഷിയായി ജീവിക്കുവാൻ സഹായിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. രോഗസൗഖ്യ പ്രാർത്ഥന. അച്ഛൻ പ്രാർത്ഥിച്ചു തരും. മക്കളെ ഏറ്റു പ്രാർത്ഥിക്കണം. ഈ രോഗമുള്ളിടത്തേക്ക് കൈകൾ മാറ്റി മാറ്റി വെച്ചോണ്ട് പ്രാർത്ഥിക്കണം. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥി. കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എന്റെ കർത്താവേ, അടിപ്പിണർ പോലെ വൈദ്യുത ആഘാതം പോലെ രോഗമുള്ള ഇടങ്ങളിലേക്ക് ഈ നിമിഷം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ ഈശോയുടെ നാമത്തിലെ ശക്തി പടരട്ടെ. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെല്ലാം ദൈവികമായ ശക്തി പടരട്ടെ. മാരകരോഗങ്ങള്, തീരാവേദികള്, ജീവിത ദുരിതങ്ങള് യേശുവിന്റെ നാമത്തിൽ, ആന്തരിക അവയവങ്ങള്, ത്വക്ക് രോഗങ്ങള്, പിസിഒഡി രോഗങ്ങള്, തൈറോയ്ഡ് രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, സർവമാരക രോഗങ്ങള് യേശുക്രിസ്തുവിന്റെ നാമത്തില് ഈ നിമിഷം മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. സദയം തുടരണേ സുഖമായി എന്റെ സദയം തുടരണേ സുഖമായി. അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് മക്കള് കൈകള് രോഗമുള്ളിടത്തെല്ലാം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇടിമുഴക്കം പോലെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ശ്രുതികട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്ത് കർത്താവേ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. ശിരസ് മുതൽ കർത്താവ് ഉച്ച മുതൽ കാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപായുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ അടിപ്പിണർ പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി നിങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കട്ടെ. ബ്ലോക്കുള്ളവരെ, കരരോഗികൾ, ഉദരരോഗികൾ, കുടലിന് അൾസറുള്ളവർ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. മുതുകിന് വേദനയുള്ളവർ, നീതികെട്ടി ഇരിക്കുന്നവർ, കർത്താവ് ഡിസ്കുകൾ അകന്നിരിക്കുന്നവർ, പലതരത്തിലുള്ള വേദന ഉള്ളവരെ കർത്താവ് സ്പർശിക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നീ സൗഖ്യം പ്രാപിക്കുന്ന കർത്താവ്. ത്വക്ക് രോഗങ്ങൾ, ചിരങ്ങ് രോഗങ്ങൾ, അതുപോലെയുള്ള എല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ, കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ നനയപ്പെടട്ടെ, കുതിരപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ത്വക്ക് രോഗങ്ങൾ, ഞരമ്പിനുണ്ടാകുന്ന രോഗങ്ങൾ, വെയിൻസിനുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തിൽ, സിസ്റ്റുരോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. 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 എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് അങ്ങയുടെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. 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 ഞങ്ങൾ നിറയണമേ, സൗഖ്യം നൽകണമേ.
എൻ്റെ മക്കളെ, ജോലി ഈ നിമിഷം വളരെ പ്രധാനപ്പെട്ടതാണ്. ജോലിയില്ലാത്തവരെ, വിവാഹം ഒത്തുവരാത്തവരെ, മക്കൾ ഇല്ലാത്തവരെ, വീടില്ലാത്തവരെ, വീട് വെക്കാൻ സ്ഥലമില്ലാത്തവരെ, സ്ഥലമുണ്ട് വഴിയില്ലാത്തവരെ, അവിടെ വെള്ളം കിട്ടാത്തവരെ, ജോലി തടസ്സങ്ങൾ, നിയമപരമായ തടസ്സങ്ങളുള്ളവർ, ജോലിക്ക് വേണ്ടി ന്യായമായിട്ട് കിട്ടാനുള്ള ജോലി കിട്ടാത്തത് കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നവരെ, അതുപോലെ തന്നെ പലതരത്തിലുള്ള ശത്രുക്കളുടെ പീഡനങ്ങൾ കാരണം ജീവിതത്തിൽ ഒരു മേൽഗതി ഇല്ലാതെ ഇരിക്കുന്നവരെ, പല ബ്ലോക്കുകളും ചവിട്ടിപ്പിടുത്തങ്ങളും കാരണം മുന്നോട്ട് പോകാൻ പറ്റാതെ വിഷമിക്കുന്നവരെ, അവരുടെ എല്ലാ പ്രതിയോഗികളും കർത്താവിന് നാം നിർവീര്യമാകുന്ന സമയമാണ്. മാതാവ് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവരാണ്. ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവ്, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ജോലിയില്ലാത്തവർ, ഭവനരഹിതർ, കർത്താവ്, കുടുംബത്തിലെ കർത്താവ്, ഭർത്താവും ഭാര്യ അകന്ന് താമസിക്കുന്നവർ, ഈശോയെ അവരടുത്ത് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, കേസുള്ളവർ കർത്താവ്, കേസ് അനുകൂലമായ വിധി ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഓരോ രേഖകൾ കർത്താവ്, വിസ പുതുക്കാത്തവർ, പുതുക്കപ്പെടാത്തതുകൊണ്ട് വേദന അനുഭവിക്കുന്നവർ, കർത്താവിൻ്റെ ജീവിതം തന്നെ അടഞ്ഞു പോകുന്ന അവസ്ഥയിൽ കർത്താവ്, നാട്ടിൽ വന്നിട്ട് കയറിപ്പോകാൻ പറ്റാത്തവർ, അതുപോലെ തന്നെ ജോലികൾ തടസ്സം വെച്ചിരിക്കുന്നവർ, റാങ്ക് ലിസ്റ്റിൽ പേരുള്ളവർ, അതുപോലെ തന്നെ വിസ ഇൻ്റർവ്യൂ നടത്തുന്നവർ, അതുപോലെ നാട്ടിലെ ജോലിക്കും സർക്കാരിലെ തടസ്സങ്ങളുള്ളവർ കർത്താവ്, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാള ദൈവശക്തിയാൽ മാരക തടസ്സങ്ങളെ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ ജീവിതത്തിലെ തടസ്സങ്ങളും നീങ്ങിപ്പോയിക്കൊണ്ട് അങ്ങയുടെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സദയം തുടരണേ സുഖമായി മൗനമായി പ്രാർത്ഥിക്കാം മക്കളെ. എന്തെങ്കിലും വിഷയം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളെ ഇപ്പോൾ പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കുന്ന സമയമാണ്. മനസ്സിനും ശരീരത്തിനും സാമ്പത്തികമായിട്ടും അല്ലാതെയും അനുഭവിച്ച ഞെരുക്കങ്ങളുടെ മേലെ അവർക്കെല്ലാം കർത്താവിൻ്റെ തിരുമുറുപാർന്ന് വലത് കരത്താൻ അവരെ ആശീർവദിക്കട്ടെ. അതിനുവേണ്ടി പ്രവർത്തിച്ച ഓരോ മനുഷ്യരെയും, അവിടെ ഓരോ കുടുംബങ്ങളെയും കർത്താവിൻ്റെ നാമത്തിൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മധ്യസ്ഥതരെ യേശു നാമത്തിൽ ആശീർവദിക്കുന്നു. യേശുവേ സ്വസ്ഥമായി സമാപന ആശീർവാദം. മുട്ടേ നിൽക്കുക, ആശീർവാദം സ്വീകരിക്കുക. പരിശുദ്ധ
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആമേൻ, ആമേൻ, ആമേൻ മരിയ, ആമേൻ, എൻ്റെ പേര് ഷാനു. ഞാൻ വരുന്നത് ഇവിടെ ആലപ്പുഴ പാതിരപ്പള്ളിയിൽ നിന്ന് തന്നെയാണ്. ഞാൻ ഉടമ്പടി എടുത്തത് ഈ വർഷം 1-ാം തീയതി മീൻസ് ജനുവരിയിലായിരുന്നു. ഞാനൊരു നേഴ്സാണ്. ഞാനൊരു 2022 തൊട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒത്തിരി ട്രൈ ചെയ്യുന്നുണ്ട്. 3 തവണ ഞാൻ OET എഴുതി, കിട്ടി. പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല. ഒത്തിരി പൈസ ഞാൻ OET എഴുതാൻ വേണ്ടിയിട്ട് ചിലവാക്കി. പക്ഷേ OET എഴുതിയതല്ലാണ്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല. എല്ലാം ഡിലേ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് ഒത്തിരി ഫിനാൻഷ്യൽ ഇഷ്യൂ വന്നു. അപ്പം ഞാൻ ജോലിക്ക് കയറാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാനിവിടെ എറണാകുളത്ത് ജോലിക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അച്ഛൻ വഴിയായിട്ട് ഇങ്ങനെ സൗദി പ്രോസസ്സിങ് നോക്ക്, അതിനിപ്പോൾ ചാൻസ് ഉണ്ട്, ഒത്തിരി ഇൻ്റർവ്യൂ വിളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സ്ഥലമാണ് സൗദി. എനിക്ക് പോകാൻ അങ്ങനെ താല്പര്യമേ തോന്നിയിട്ടില്ല. എന്നാലും മാതാവ് തോന്നിക്കുന്നതാണെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ സൗദി പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. സൗദി സ്റ്റാർട്ട് ചെയ്ത് ആദ്യം എല്ലാം വളരെ എളുപ്പമായിരുന്നു. എല്ലാം പെട്ടെന്ന് എൻ്റെ പ്രോസസ്സിങ് നടന്നു. അത് കഴിഞ്ഞ് എക്സാം ആയപ്പോൾ എല്ലാവരും പറഞ്ഞു ഭയങ്കര പാടാണ്, ഏറ്റവും കൂടുതൽ കുറേ പഠിക്കണം, 4 മണിക്കൂർ എക്സാം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് ജോലി ചെയ്തുകൊണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഈവനിങ് ഡ്യൂട്ടി ഉള്ളപ്പോൾ മാത്രം എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലാണ്ട് മോർണിംഗ് ആകുമ്പോൾ ഞാൻ താമസിച്ച് വരുന്നത് കാരണം ക്ലാസ്സിൽ കയറാൻ പറ്റത്തില്ല. പിന്നെ എല്ലാവരും ക്രാഷ് കോഴ്സ് കൂടുന്നുണ്ട്. എനിക്ക് ക്രാഷ് കോഴ്സിന് പോകാൻ വേണ്ടിയുള്ള ലീവ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഒന്നും പഠിക്കാതെ പരീക്ഷ എഴുതാൻ വേണ്ടി ഇവിടുന്ന് ബാംഗ്ലൂർ വരെ പോയി. ഒത്തിരി പൈസ മുടക്കി ബാംഗ്ലൂർ പോയിട്ട് തോറ്റുപോയി എന്താകും എന്നുള്ള വിചാരമായിരുന്നു. പക്ഷേ മാതാവ് ജയിപ്പിക്കും എന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിച്ചു. അവിടെ പോയിട്ട് 12 മണിക്കായിരുന്നു എൻ്റെ എക്സാം. ഞാൻ ഒരു 10:30 എത്തി. അവരെന്നെ 11 മണിയായപ്പോൾ തന്നെ അകത്തേക്ക് കയറ്റി. ഞാൻ അവിടെ കയറുന്നതിന് മുന്നേ തൈലം നെറ്റിയിൽ പൂശി പ്രാർത്ഥിച്ച് പ്രതിഷേധന പ്രാർത്ഥന ചൊല്ലി ഞാൻ കയറി. ഫസ്റ്റ് പാർട്ട് എനിക്ക് വളരെ സിമ്പിളായിട്ട് തോന്നി. രണ്ടാമത്തെ പാർട്ടായപ്പോൾ റിസർച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് അതിൻ്റെ അകത്ത് ഒരു ക്വസ്റ്റിന് പോലും ആൻസർ അറിയില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. സമയം തീരും എന്നുറപ്പായി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥന ചൊല്ലി, അവിടെ ഇരുന്നുകൊണ്ട് പ്രതിഷേധന പ്രാർത്ഥന ചൊല്ലി. എനിക്ക് എന്ത് തോന്നുന്നോ അതാണ് ഞാൻ അവിടെ അടയാളപ്പെടുത്തിയത്. അതിന് കറക്റ്റാണോ എന്ന് പോലും എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ എല്ലാം അറ്റൻഡ് ചെയ്തു. സമയം നോക്കിയപ്പോൾ എനിക്ക് 1 മണിക്കൂർ കൂടി പിന്നെയും ബാലൻസ് ഉണ്ടായിരുന്നു. 4 മണിക്കൂറിൻ്റെ എക്സാം ഞാൻ 3 മണിക്കൂറിൽ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷേ എനിക്കറിയില്ല ഞാൻ കറക്റ്റായിട്ടാണോ അടയാളപ്പെടുത്തിയെന്ന്. അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് ലാസ്റ്റ് ആയപ്പോൾ എന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ചു. ഞാൻ പാസ്സായി എന്ന് പറഞ്ഞു. പാസ്സായതിൻ്റെ അകത്ത് നിന്ന് മാർക്ക് നോക്കിയപ്പോൾ ഞാൻ ഒന്നും അറിയാതെ അടയാളപ്പെടുത്തിയതിനാണ് എനിക്ക് ഏറ്റവും മാർക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്കറിയാവുന്ന പറഞ്ഞ് ചെയ്തതിനൊന്നും അല്ല എനിക്ക് ശരിക്കും മാർക്ക് കിട്ടിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് QVP എന്ന് പറഞ്ഞൊരു പ്രോസസ്സിങ് ഉണ്ടായിരുന്നു. അത് ഒത്തിരി പേർക്ക് ഡിലേ വരുന്നുണ്ടെന്ന് പറഞ്ഞു. എനിക്കും ഏജൻസി എന്ന് പറഞ്ഞത് 2 ആഴ്ചക്കുള്ളിൽ QVP ക്ലിയർ ആകും എന്നായിരുന്നു. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു, എൻ്റെ QVP ക്ലിയർ ആയില്ല. അപ്പോൾ ഏജൻസി പറഞ്ഞു ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി പോയിട്ട് ഒന്ന് അന്വേഷിച്ച് നോക്ക്, എന്തെങ്കിലും പ്രോബ്ലം ഉള്ളത് കൊണ്ടാണോ തൻ്റെ QVP ക്ലിയർ ആവാത്തതെന്ന്. അവിടെ ചെന്നു. അവിടെ ഇരുന്ന സാറിനോട് സംസാരിച്ചു. പക്ഷേ ആ സാറ് ഞാൻ സംസാരിക്കുന്നതല്ലാണ്ട് എൻ്റെ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയ പോലും ചെയ്തിട്ടില്ലായിരുന്നു. 3 മണിവരെ ഞാൻ ഇവിടുന്ന് ഹൈദരാബാദിന് പോയി അവിടെ നിന്ന് നോക്കിയതല്ലാണ്ട് ആ സാറിൻ്റെ ആപ്ലിക്കേഷൻ നോക്കിയില്ല. 3 മണിയായപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിച്ച് പുറത്ത് വന്നിരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ജൂനിയർ അവിടെ ഉണ്ടായിരുന്നു. അവളാ പറഞ്ഞത് അവിടെ ഒരു മാഡം ഉണ്ട്, പോയി സംസാരിച്ച് നോക്ക്, ആ മാഡത്തിന് ചിലപ്പോൾ പറയാൻ പറ്റും എന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ ആ മാമിൻ്റെ ക്യാബിൽ ചെന്നപ്പോൾ ആ മാഡം ഒരു മീറ്റിങ്ങിന് പോയി. അവിടെ നിന്ന് ഒരു സെക്യൂരിറ്റി ചേട്ടൻ എന്നോട് പറഞ്ഞു ഒരു സാർ അകത്തുണ്ട്, ആ സാറിനോട് പോയി ഒന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞു. ആ സാറിനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് കരച്ചിൽ വരുമായിരുന്നു. ആ സാറിനോട് സംസാരിച്ചപ്പോൾ ആ സാറ് എൻ്റെ വിഷമം കണ്ടിട്ട്, ആ സാറിൻ്റെ ജോലി പോലും അല്ല എൻ്റെ ആപ്ലിക്കേഷൻ നോക്കേണ്ടത്, വേറെ ഏതോ പോസ്റ്റിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. എന്നിട്ടും എൻ്റെ ആപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റിയിലോട്ട് എൻ്റെ ആപ്ലിക്കേഷൻ ചെന്നിട്ടില്ല. അതുകൊണ്ടാണ് എൻ്റെ ഡിലേ ആവുന്നത്.
പിന്നെ ഞാൻ വീണ്ടും റീഅപ്ലൈ ചെയ്യണമായിരുന്നു. അതിന് ഒരാഴ്ച കൂടി ടൈം എടുക്കും. അപ്പോൾ ഞാൻ അവിടുന്ന് തിരിച്ചു പോന്നു. ഒന്നും സാധിക്കാതെ ഞാൻ ഇവിടുന്ന് ഹൈദരാബാദ് പോയി തിരിച്ചു വന്നു. നല്ല വിഷമം ഉണ്ടായിരുന്നു, അത്രയും പൈസ മുടക്കി പോയിട്ട് ഒന്നും ആയില്ലല്ലോ എന്ന് ഓർത്തിട്ട്. പിന്നെ തിരിച്ചു വന്ന് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഏജൻസിയിൽ നിന്ന് തന്നെ വിളിച്ചു. ഞാൻ വിചാരിച്ചത് എന്തേലും എൻ്റെ QEP കാര്യം പറയാനായിരിക്കും എന്നാണ് വിളിച്ചത്. ഞാൻ ജോലിയിലായിരുന്നു. എടുത്തു കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞത് എൻ്റെ വിസ വന്നു എന്നായിരുന്നു. QEP ക്ലിയർ ആകുമ്പോൾ എല്ലാവരോടും പറയും QEP ക്ലിയർ ആയെന്ന്. പക്ഷേ എൻ്റെ QEP ക്ലിയർ ആയതുപോലും ഞാൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെ എൻ്റെ ക്ലിയറായി. എൻ്റെ വിസ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ QEP ക്ലിയർ ആയ കാര്യം. അത് കഴിഞ്ഞിട്ട് വിസ വന്ന് 1 മന്തിനുള്ളിൽ പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ നാളെ പോവുകയാണ് സൗദിക്ക്. അമ്മ മാതാവ് ഈശോ എനിക്ക് തന്ന അനുഗ്രഹത്തിന് 1000 നന്ദി. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത്, എന്നെക്കൊണ്ട് പറ്റാവുന്ന സഹായം എന്നോട് ചോദിക്കുന്ന എല്ലാവർക്കും ചെയ്യാറുണ്ട്. അല്ലാണ്ട് ഒരു നേഴ്സിംഗ് ഫീൽഡിലായതുകൊണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ എപ്പോഴും ഇങ്ങനെ കാരുണ്യപ്രവൃത്തിക്ക്, അതായത് രോഗി സഹായം, പൈസ, ട്രാൻസ്പ്ലാന്റിനൊക്കെ പൈസ ചോദിച്ചിട്ടുള്ള എല്ലാ ഇതും വരാറുണ്ട്. അങ്ങനെ കാണുന്നതിൻ്റെ അകത്തൊക്കെ എൻ്റെ കയ്യിലുള്ള ഒരു പൈസ ഞാൻ അവർക്ക് കൊടുക്കും. പിന്നെ ഇവിടുന്ന് പത്രം വാങ്ങിച്ചു കൊണ്ടേ കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഒരു ബൈബിൾ വാക്യം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും. പിന്നെ എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് എറണാകുളത്ത് നിന്ന് ഒത്തിരി പേരെന്നോട് പറയും ഇവിടുന്ന് വരാൻ നേരത്ത് പത്രം കൊണ്ടുവരണം. അങ്ങനെ പറയുന്ന എല്ലാവർക്കും ഞാൻ വാങ്ങിയിട്ട് കൊണ്ട് കൊടുക്കും. മറക്കാതെ ഇവിടെ വന്ന് ചെയ്തിട്ടേ ഞാൻ പോകാറുള്ളൂ. അമ്മ മാതാവ് ഈശോയും തന്ന അനുഗ്രഹത്തിന് ഒത്തിരി നന്ദി. എൻ്റെ പേര് അഖില. ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2024 ഫെബ്രുവരിയിലാണ്. ആ ടൈമിൽ ഞാൻ B2 ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേന് എനിക്ക് ജർമ്മൻ നല്ല പാടായിരുന്നു. അപ്പം ഞാൻ B2 പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ 2 തവണ എക്സാം എഴുതിയിട്ട് എനിക്ക് കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഡേറ്റ് കിട്ടി. ഞാൻ കൊച്ചിയിൽ എഴുതി. അപ്പോൾ എനിക്ക് 3 മൊഡ്യൂൾ കിട്ടി. അപ്പോൾ എനിക്ക് സ്പീക്കിംഗ് ഭയങ്കര പാടായിരുന്നു. അപ്പം ഞാൻ അവിടെ ഗോയിത്തേ ചെന്നപ്പോഴത്തേന് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ സ്പീക്കിംഗ് എനിക്ക് ഭയങ്കര പാടാണ്, ഇനി എനിക്ക് ഒന്നുകൂടെ അറ്റൻഡ് ചെയ്യാനുള്ള ഇട വരത്തില്ലെന്ന് പറഞ്ഞു. അമ്മ എനിക്ക് 3 മൊഡ്യൂൾ തന്ന് അമ്മ എന്നെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ഞാൻ 2 മാസം കഴിഞ്ഞ് ബാംഗ്ലൂർ ഡേറ്റ് എടുത്തു. അത് എനിക്ക് ലിസണിങ് കൂടെ കിട്ടാനുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴും എനിക്ക് ഉപ്പിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു ഇത് കിട്ടിയില്ല. ഞാൻ എക്സാം ഹാളിൽ കയറിയപ്പോഴത്തേന് 3 ഇൻവിജിലേറ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഉപ്പിട്ട് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ക്വസ്റ്റ്യനൊക്കെ ഞാൻ ലിസണിങ് കേട്ടോണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ പഠിച്ച ഒരു 5 6 എണ്ണേ ഉള്ളൂ, ബാക്കിയൊന്നും എനിക്ക് അറിയാൻ മേല. അപ്പം ഞാൻ ചുമ്മാ എല്ലാം അങ്ങ് ക്രോസ് ചെയ്തു. അല്ലാതെ ഞാനൊന്നും എനിക്കൊരു ഡൗട്ട് പോലും തോന്നിയില്ല. കാര്യം എനിക്ക് അറിയത്തില്ല, ആകെ 5 6 മാത്രമേ അറിയാവുന്നുള്ളൂ. അപ്പം ഞാൻ ചുമ്മാ ക്രോസ് ചെയ്ത് വിട്ടു. അപ്പം എൻ്റെ അമ്മ എക്സാം കഴിഞ്ഞിറങ്ങിയപ്പം എൻ്റെ അമ്മ എന്നോട് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം, എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മ കിട്ടത്തില്ല, തോറ്റു പോകുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ ഉച്ചയായപ്പോഴത്തേനാണ് വീട്ടിൽ വരുന്നത്. അത് കഴിഞ്ഞ് ഒരു മണിക്കൂറിനിടെ തന്നെ റിസൾട്ട് വന്നു. അപ്പോഴത്തേന് എൻ്റെ ഒരു കൂട്ടുകാരത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി റിസൾട്ട് വന്നു, ചേച്ചി നോക്കാൻ പറഞ്ഞു. അവൾക്ക് കിട്ടിയില്ലെന്നും പറഞ്ഞു. അവൾക്ക് എളുപ്പമായിരുന്നെന്ന് പറഞ്ഞു, അവൾക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കി. അപ്പോഴും അമ്മ എന്നോട് ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെ എക്സാമിൻ്റെ കാര്യം നിനക്ക്, ഞാൻ പറഞ്ഞമ്മ കിട്ടത്തില്ല. അപ്പം ഒരു പ്രതീക്ഷ പോലും ഇല്ല. അങ്ങനെ പറഞ്ഞ് ഞാൻ റിസൾട്ട് നോക്കുന്നത്. ഞാൻ നോക്കിയപ്പോഴത്തേന് കറക്റ്റ് 60 മാർക്ക് നിന്ന് മാതാവ് എന്നെ ജയിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ പല ഏജൻസിയിലും കൊടുത്തെങ്കിലും എനിക്കൊരു 8 വർഷത്തെ കരിയർ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ആരും വിസ റിജക്ഷൻ വരുമെന്ന് പറഞ്ഞ് എടുത്തില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോഴും ഞാൻ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നു. അവസാനം ഒരു ഏജൻസിയിലെടുത്തു. ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് എൻ്റെ ഇൻ്റർവ്യൂവർ തന്നെ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങനെ 8 വർഷത്തെ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ എടുത്താലും നിങ്ങൾക്ക് വിസ റിജക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ആ ഇൻ്റർവ്യൂ നഷ്ടമായി. അത് കഴിഞ്ഞ് ഒരു 4-5 മാസം ഇൻ്റർവ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ വേറൊരു ഏജൻസി കൊടുത്തു. അതും ഒരു 5 ഇൻ്റർവ്യൂകൾ എനിക്ക് അവർ തന്നു. അതും ഞാനൊന്നും പാസ്സാവുന്നില്ല. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ തന്നെ പക്ഷേ കണ്ടിന്യൂ ചെയ്ത് പോയി. ഞാൻ പോകുന്നിടത്തെല്ലാം ഉപ്പ് കൊണ്ടുപോവുകയും എല്ലാ ഓഫീസുകളിലൊക്കെ പോകുമ്പോഴത്തേനും ഞാൻ ഉപ്പ് കൊണ്ടുപോയി അവിടെ കൊണ്ടിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ അച്ഛനെ ഇവിടെ വന്ന് കണ്ടു. ജോസഫ് അച്ഛനെ കണ്ടു. അടുത്ത ഇൻ്റർവ്യൂവിന് മുമ്പ് 7ാമത്തെ ഇൻ്റർവ്യൂവിന് മുമ്പ് അച്ഛനെ കണ്ടു. അച്ഛൻ്റെ നിന്ന് ബ്ലെസ്സിങ് വാങ്ങിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ടിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, അടുത്ത് എൻ്റെ കസേരയുടെ ഇപ്പുറത്ത് മാതാവിന് ഒരു കസേര ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അതുപോലെ ചെയ്തു. ഞാൻ ആ ഇൻ്റർവ്യൂ പാസ്സായി. എനിക്കറിയാവുന്ന 3-4 ക്വസ്റ്റ്യൻസ് മാത്രമേ ഇവർ ചോദിച്ചുള്ളൂ. അറിയാൻ മേലാത്തൊരു ക്വസ്റ്റ്യനും ചോദിച്ചില്ല. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ലെവൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതും എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ എൻ്റെ ജനുവരി 8 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ബർത്ത്ഡേക്ക് മുമ്പ് എനിക്ക് കോൺട്രാക്റ്റ് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ അമ്മ എനിക്ക് ബർത്ത്ഡേക്ക് മുമ്പ് കോൺട്രാക്റ്റ് തന്നു. അത് കഴിഞ്ഞ് പെട്ടെന്നാണ് കാര്യങ്ങൾ നടന്നത്. പെട്ടെന്ന് തന്നെ ഞാൻ വിസയ്ക്ക് വെച്ചു. ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു, ഞാൻ ജനുവരി ലാസ്റ്റാണ് വിസയ്ക്ക് വെക്കുന്നത്. ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു, അമ്മയുടെ ഒരു കയ്യൊപ്പ് പതിഞ്ഞ രീതിയിൽ എനിക്ക് വിസ കിട്ടണം. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേന് ഫെബ്രുവരി 11, 10, 11 മാതാവിൻ്റെ 3 നോയമ്പുമാണ്. അതുപോലെ ലൂർദ് മാതാവിൻ്റെ തിരുനാളുമാണ്. അങ്ങനെ ഞാൻ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് വിസ അടിക്കുന്നത് ഫെബ്രുവരി 10-ാം തീയതിയാണ്. എനിക്ക് വിസ കയ്യിൽ കിട്ടുന്നത് ഫെബ്രുവരി 13-ാം തീയതിയാണ്. ഞാനിപ്പം ഈ ആഴ്ച ഞാൻ വിദേശത്തേക്ക് പോവുകയാണ്.
ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ ഒരു മൂന്നാമത്തെ ഉടമ്പടി പുതുക്കൽ കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഒരു ഭയങ്കരമായിട്ട് തലമുടി കൊഴിയുന്ന ഒരു ബുദ്ധിമുട്ട് വന്നു. അപ്പം ഞാൻ ഡോക്ടേഴ്സിനൊക്കെ കാണിച്ചപ്പം എന്നാന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. അപ്പോഴത്തേന് വൈറ്റമിൻ ഡിയുടെ വല്ലതും കുഴപ്പമാണെന്ന് വിചാരിച്ച് അതും ടെസ്റ്റ് ചെയ്തു. അപ്പം അതിൻ്റെ ഡെഫിഷ്യൻസി ഒന്നും അല്ല. അപ്പോൾ പിന്നെ ഞാൻ വേറെ ഡോക്ടേഴ്സിനൊന്നും കാണിക്കാൻ പോയില്ല. ശരിക്കും ഭയങ്കരമായിട്ട് തലമുടി പോയുന്നുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് ഉപ്പും ഇവിടുത്തെ കൃപാസനത്തിലെ ഉപ്പും തൈലവും ഞാൻ പുരട്ടി ഞാൻ ഇങ്ങനെ കുരിശ് വരച്ചു, തലയിൽ കുരിശ് വരച്ചു. അങ്ങനെ അതെനിക്ക് ഒരാഴ്ച കൂടി തന്നെ എല്ലാം എനിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടി. ഇതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. പിന്നെ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം എനിക്ക് എവിടെ ചെന്നാലും എനിക്കത് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് സുഗന്ധാഭിഷേകവും ലഭിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത്, ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ ഗവൺമെൻറ് ആശുപത്രികളിൽ കൊണ്ട് കൊടുക്കുകയും അതുപോലെ ഞാൻ കുറച്ച് നടന്നിട്ടാണെങ്കിലും വീടുകളിലൊക്കെ കൊണ്ട് കൊടുക്കും. അതുപോലെ തന്നെ ഞാൻ പൊതിച്ചോറ് കെട്ടി കൊടുക്കാറുണ്ട്. അത് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്. പിന്നെ എന്നെ കൂടി പറ്റുന്ന വിധത്തിൽ ഞാൻ മറ്റുള്ളവരെ സഹായിക്കാറുണ്ട്. മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി പറയും. ആദ്യമായി തന്നെ ഞാൻ കൃപാസനം പരിശുദ്ധ അമ്മ മാതാവിന് 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് മരിയ. ഞാൻ കോട്ടയം ജില്ലയിലെ പാലായിൽ നിന്നാണ് വരുന്നത്. ഞാൻ BSc നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കാൻ ഇവിടെ വരുന്നത് 2023 ജനുവരി 6 ആയിരുന്നു. എന്നോട് മമ്മി എപ്പോഴും പറയുമായിരുന്നു, നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക, നിനക്ക് BSc നഴ്സിംഗ് 4 ഇയേഴ്സും ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാവാൻ വേണ്ടിയിട്ട് നീ പ്രാർത്ഥിക്കാൻ പറയുമായിരുന്നു. ആദ്യമൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ലായിരുന്നു. പിന്നെ ഫസ്റ്റ് ഇയറിൽ തന്നെ എനിക്ക് ആദ്യമേ തന്നെ സപ്ലി കിട്ടി. അപ്പം ഞാൻ പയ്യെ ഒന്ന് ഓർത്തു, എന്താ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് നോക്കാം, കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് നോക്കാം എന്ന് വിചാരിച്ചു. അത് ആദ്യമായി തന്നെ ഞാൻ ഇവിടെ 2023 വന്ന് ഉടമ്പടി എടുത്തു. അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ മാതാവ് ഈ സപ്ലി എനിക്ക് ആദ്യത്തെ എഴുത്തിൽ തന്നെ ക്ലിയർ ആക്കി തരുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഉടമ്പടി എടുത്ത് 1 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് റിസൾട്ട് വന്നു. എനിക്ക് ഉദ്ദേശിച്ചതിനെക്കാട്ടിലും നല്ല മാർക്ക് നൽകി മാതാവിനെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിൽ ഇതുപോലെ എനിക്ക് ഒരു സബ്ജക്റ്റ് PPG എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഭയങ്കര പാടാണ്. ആദ്യത്തെ എഴുത്തിൽ എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ എക്സാം ഹാളിൽ ഇങ്ങനെ പോയപ്പോൾ വെഞ്ചരിച്ച ഉപ്പും ഇവിടുന്ന് കൊണ്ടുപോയ മണ്ണും എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവിടെ എക്സാം എഴുതാൻ പോയ കോളേജിന് പുറത്തിട്ടിട്ട് പ്രാർത്ഥിച്ചു, അമ്മ മാതാവ് ഇനി എനിക്ക് ഇവിടെ വന്ന് എക്സാം എഴുതാൻ അനുവദിക്കരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ആ എഴുത്തിൽ എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ അത് ഒന്നുകൂടി എഴുതി. അപ്രാവശ്യവും ഞാൻ ഇതുപോലെ എക്സാമിന് പോകുന്നതിന് മുമ്പ് തിരി കത്തിച്ച് വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയും മണ്ണും ഉപ്പും കൊണ്ടുപോയി എക്സാം ഹാളിന് പുറത്തിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിന് ഫലമായിട്ട് നല്ല മാർക്ക് നൽകി PPG എക്സാമിന് മാതാവിനെ അനുഗ്രഹിച്ചു. 3rd ഇയറിൽ എനിക്ക് ഒരു സപ്ലിയും ഇല്ലാതെ പാസ്സായി. 4th ഇയറിൽ എക്സാം എഴുതാൻ പോയപ്പോൾ ഞാൻ പഠിച്ചിട്ടൊക്കെയാണ് പോയത്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ എനിക്ക് സമയം കിട്ടിയില്ല. ആദ്യത്തെ എക്സാം എഴുതാൻ എനിക്ക് ഒട്ടും സമയം കിട്ടിയില്ല. എഴുതി വന്നപ്പോൾ essay ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ സ്ഥലം വിട്ടിട്ട് പോയി. അവസാനം എഴുതാൻ സമയം കിട്ടുമായിരിക്കും എന്നോർത്ത്. പക്ഷേ എനിക്ക് പേപ്പറും തികഞ്ഞില്ല, സമയവും കിട്ടിയില്ല. അവസാനം ഞാൻ എക്സാം ഹാളിൽ നിന്ന് കരഞ്ഞുകൊണ്ടാണ് പുറത്തിറങ്ങിയത്. അപ്പം ഞാൻ അമ്മ മാതാവിനോട് ഉപ്പും അവിടെ മണ്ണും ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ ഞാനായിട്ട് അതിലൊന്നും എഴുതിയിട്ടില്ല, essayക്ക് ഞാൻ സ്ഥലം വിട്ടിരിക്കുകയാണ്, അമ്മ അവിടെ എന്തെങ്കിലും എഴുതി ചേർത്ത് എനിക്ക് ജസ്റ്റ് പാസ് മാർക്കെങ്കിലും നൽകി എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ മെയ് മാസം 8 തീയതി എൻ്റെ റിസൾട്ട് വന്നു. 4th ഇയറിൽ എനിക്ക് ഫസ്റ്റ് ക്ലാസ് മാർക്കോടുകൂടി മാതാവ് എന്നെ ജയിപ്പിച്ചു. ജസ്റ്റ് പാസ് മാർക്ക് ചോദിച്ച് എനിക്ക് ഫസ്റ്റ് ക്ലാസ് മാർക്ക് നൽകി എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ എനിക്ക് 6 വർഷങ്ങളായിട്ട് മൈഗ്രെയിനും സൈനസൈറ്റിസും ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ എനിക്ക് തലവേദന വന്നു കഴിഞ്ഞാൽ ഒട്ടും സൗണ്ട് കേൾക്കാൻ പറ്റത്തില്ല, വെയിലടിക്കാൻ പറ്റത്തില്ല, യാത്ര ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ലായിരുന്നു. ഞാൻ ഹൈദരാബാദാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പോകുമ്പോഴൊക്കെ അത്ര യാത്ര ചെയ്യുമ്പോൾ എനിക്ക് നല്ല തലവേദനയായിരുന്നു. ഞാൻ വർഷങ്ങളായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞതിന് ശേഷം തൊട്ട് വെഞ്ചരിച്ച് ഉപ്പ് കഴിക്കുകയും എണ്ണ നെറ്റിയിൽ പുരട്ടുകയും ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു. തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുമായിരുന്നു. ഇപ്പോൾ എനിക്ക് തലവേദന അങ്ങനെ വരാറ് പോലുമില്ല. അമ്മ മാതാവിന് 1000 നന്ദി സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് വീടില്ലായിരുന്നു, നല്ലൊരു വീടില്ലായിരുന്നു. ഉള്ള വീടെന്ന് പറഞ്ഞാൽ പഴയൊരു വീടായിരുന്നു. ഒരു 100-150 വർഷം പഴക്കമുള്ളൊരു വീടായിരുന്നു. അപ്പോൾ എനിക്ക് കൂട്ടുകാരെയൊക്കെ ആണെങ്കിലും വീട്ടിലോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര നാണക്കേടായിരുന്നു. മഴ പെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും വെള്ളം വീഴുക അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് നല്ലൊരു വീട് നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ വീട് പണി തുടങ്ങി. ഒട്ടും തടസ്സങ്ങളൊന്നും കൂടാതെ 10 മാസങ്ങൾക്കുള്ളിൽ വീട് പണിത് കയറിക്കൂടാൻ 2024 ഡിസംബർ 12 തീയതി കയറി താമസം വെക്കാനുള്ള അനുഗ്രഹം അമ്മ മാതാവ് നൽകി. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകി അമ്മ മാതാവിന് 1000 നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ദേഷ്യം കൂടുതലുള്ള ഒരാളായിരുന്നു.
ഞാനിങ്ങനെ ഈ ഉടമ്പടി തൈലമൊക്കെ എന്ന് തന്നെ ഈ മറ്റേ വൈകുന്നേരത്തെ പ്രാർത്ഥന, സന്ധ്യാപ്രാർത്ഥന കഴിയുമ്പോഴും എല്ലാം ഉപയോഗിക്കുമായിരുന്നു. ഞാൻ വീട്ടിലാണെങ്കിൽ എല്ലാവരോടും ചെറിയൊരു കാര്യം മതി എനിക്ക് ദേഷ്യപ്പെടാൻ, പ്രത്യേകിച്ചും അമ്മയോട്. എന്തെങ്കിലും ചോദിച്ചുകൊണ്ട് വന്നു വെച്ചാൽ തന്നെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ഞാൻ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞതിന് ശേഷം എനിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥനയിലും കാര്യങ്ങളിലും ആണെങ്കിൽ പോലും ഞാൻ തന്നെ ഉള്ളപ്പോഴാണെങ്കിലും എന്നോട് മമ്മി പറഞ്ഞിട്ട് പോകും, സന്ധ്യാപ്രാർത്ഥന ചെല്ലണം, ഒരിക്കലും സന്ധ്യാപ്രാർത്ഥന മുടക്കരുതെന്ന്. അതുപോലെ തന്നെ പണ്ടൊന്നും ഞാൻ അങ്ങനെ ചെയ്യത്തൊന്നും ഇല്ലായിരുന്നു. കുർബാനയിലാണെങ്കിലും പങ്കെടുക്കത്തില്ല, 2 ആഴ്ച കൂടും കുമ്പസാരിക്കത്ത്, അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട്. ദേഷ്യം കുറഞ്ഞു. അതുപോലെ തന്നെ എന്നും തന്നെ കുടുംബ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി. ബൈബിൾ വായിക്കുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോകാറുണ്ട്. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ 1 മാസത്തിനുള്ളിലെങ്കിലും കുമ്പസാരിക്കാറുണ്ട്. ഇത്ര അനുഗ്രഹങ്ങൾ എടുത്ത് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എൻ്റെ സ്വഭാവത്തിലും കാര്യങ്ങളിലും എല്ലാം ഇത്രയും മാറ്റം വന്നിരിക്കുന്നത്. അമ്മ മാതാവിന് 1000 നന്ദി സമർപ്പിക്കുന്നു.